ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാനീസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതും ഓണം ബേസ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാലട 1 മണിക്കൂർ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിറബറയുടെ പാലടയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് പാലടയും യൂസ് ചെയ്യാം. ഇത് 1 മണിക്കൂർ ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെച്ചപ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇത് ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ 1-ാം പാൽ നല്ല കട്ടിക്ക് തന്നെ വേണം, അതുകൊണ്ടാണ് കൈ ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് എടുക്കാം. പക്ഷേ ഇത് നല്ല കട്ടിക്ക് വേണ്ടതുകൊണ്ടാണ് ഞാൻ കൈ ഉപയോഗിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഞാൻ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പ യൂസ് ചെയ്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലെടുക്കാം. ഒന്നാം പാൽ ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2-ാം പാലും 3-ാം പാലും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ 1-ാം പാൽ എടുത്തതിന് ശേഷമുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇനി അതും ഒരു അരിപ്പയോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാലെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ 2-ാം പാലും 3-ാം പാലും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 7 എണ്ണം എടുത്തിട്ടുണ്ട് ശർക്കര. ഇനി ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ പായസം തയ്യാറാക്കുമ്പോൾ ഇതിലെ വെള്ളവും തേങ്ങാപ്പാലും ഒക്കെ കൂടിയിട്ട് കുറേ വെള്ളമായിപ്പോൾ, അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ ശർക്കര തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം, ചൂടാറിയതിന് ശേഷം മാത്രം അരിപ്പ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലത്തെ കരട് ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ശർക്കര ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിനി അടുപ്പത്ത് വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ അട ഇട്ടെടുത്തതിന് ശേഷം ഇത് നന്നായി കുറുകി വരുന്നത് വരെ മിക്സ് ചെയ്യാം. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പം ഞാൻ ഇവിടെ 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ശർക്കര ഒന്ന് കുറുകി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം.
അപ്പോൾ ഇതിൽ ശർക്കര നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 3-ാം പാൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം അതുകൂടെ നന്നായി കുറുകി വന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതിവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായി കുറുക്കിയെടുക്കാം. ഇതൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും. ഇനി ഇതിലേക്കുള്ള നട്ട്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുക്കാം. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിസ്തയും ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം എടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ പ്രഥമനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ചുക്കും ഏലക്ക പൊടിയും മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം മറ്റൊരു ദിവസം വേറൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.